റെക്കോർഡ് ഓണായി. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം, തുടങ്ങിക്കോളൂ. ഓം ശ്രീ സായിരാം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിരാം. പ്രത്യേകിച്ച് ഒരുപാട് ദിവസമായി ശബ്ദം കേട്ടിട്ട് വത്സര ചേച്ചിയുടെ കേൾക്കാൻ കഴിഞ്ഞതിൽ പ്രത്യേക സന്തോഷം. എൻ്റെ പേര് CV സുബ്രഹ്മണി എന്നാണ്. എൻ്റെ സ്ഥലം കൊല്ലമാണ്. ഞാൻ വ്യക്തിപരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ്റെ അനുഭവം പറയുന്ന വേളയിൽ ഞാൻ കൂടുതൽ പറഞ്ഞോളാം. ഇപ്പം നേരെ എൻ്റെ ഭഗവാന്റെ ഒരു സന്ദേശ പാരായണത്തിലേക്ക് നീങ്ങുകയാണ്. 1998 മെയ് 28 ഭഗവാൻ നൽകിയ ഒരു സന്ദേശം, ഒരു ദിവ്യ പ്രഭാഷണം. അത് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് അത് ഉപസംഹരിപ്പിക്കാം. സായിറാം. ലോകത്ത് പലതരത്തിലുള്ള ധർമ്മങ്ങളുണ്ട്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസ്യം എന്നിവ ആശ്രമധർമ്മങ്ങൾ എന്നറിയപ്പെടുന്നു. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിവരുമായി ബന്ധപ്പെട്ടതാണ് വർണ്ണധർമ്മങ്ങൾ. ഇതുകൂടാതെ ഭൗതിക ജീവിതത്തിൻ്റെയും ആത്മീയ ജീവിതത്തിൻ്റെയും ധർമ്മങ്ങൾ വേറെയുണ്ട്. ഭാരതത്തിൽ മനുഷ്യജീവിതം ഇത്തരത്തിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ധർമ്മങ്ങളെല്ലാം മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇവയ്ക്കൊക്കെ തുച്ഛമായ പ്രാധാന്യമേ ഉള്ളൂ എന്ന് അന്വേഷണങ്ങൾ വെളിപ്പെടുത്തുന്നു. ഇവയെക്കാളൊക്കെ മഹത്തായ ഒരു ധർമ്മമുണ്ട്, ഞാൻ എന്നതിൻ്റെ അവബോധത്തെ സംബന്ധിച്ച ധർമ്മം. അത് പ്രജ്ഞാനധർമ്മം. ഈ ധർമ്മം ശരീരം, മനസ്സ്, ഇച്ഛ, അന്ധഃകരണം എന്നിവയിൽ തുല്യമായി വ്യാപിച്ചിരിക്കുന്നു. ഇതിനെ നിത്യസമഞ്ജസ ബോധം അല്ലെങ്കിൽ സഹജാവബോധം എന്ന് പറയുന്നു. ഇത് ഞാൻ എന്ന് സ്വയം പ്രകടിപ്പിക്കുകയും അതിൻ്റെ പൂർണ്ണതയിൽ ശോഭിക്കുകയും ചെയ്യുന്നു. ഇത് ലോകത്തെ മുഴുവൻ സ്വയം പ്രകടമാക്കുന്നു. എന്നാൽ ഇതിൻ്റെ സാന്നിധ്യം തൻ്റെ ഉള്ളിലുണ്ടായിട്ടും മനുഷ്യൻ ഈ ചൈതന്യത്തിന്റെ കാന്തി എന്തെന്ന് മനസ്സിലാക്കുന്നില്ല. എന്താണ് ഇതിന് കാരണം? അഹംതത്വം സാക്ഷാത്കരിക്കുന്നത് എങ്ങനെ? സൂര്യൻ അതിൻ്റെ സർവപ്രഭയോടുകൂടി പ്രകാശിക്കുന്നു. എന്നാൽ അതിൻ്റെ വെളിച്ചം ചുറ്റുമുള്ള മതിൽക്കെട്ടുകൾ കൊണ്ടും മുകളിലത്തെ തട്ടും കാരണം വീട്ടിനുള്ളിൽ പൂർണ്ണമായി ലഭ്യമാകുന്നില്ല, അത് അനുഭവിച്ചറിയുന്നില്ല. ഈ മതിലുകളും തട്ടുകളും മനുഷ്യരുമായി ബന്ധപ്പെടുത്തിയാൽ എന്തൊക്കെയാണ്? വേദങ്ങൾ പ്രഖ്യാപിച്ചു, ശരീരം ഈശ്വരന്റെ ക്ഷേത്രവും അതിൽ അധിവസിക്കുന്ന ചൈതന്യവും ശാശ്വതവുമായ ജീവാത്മാവുമാണ്. ശരീരം എന്നത് ഒരു ക്ഷേത്രം പോലെയാണ്. എന്നാൽ മനുഷ്യർ അഭിമാനവും മമാകാരവുമാകുന്ന മതിലുകൾ അതിനു ചുറ്റും സൃഷ്ടിക്കുകയും അഹങ്കാരമാകുന്ന തട്ട് മുകളിൽ തീർത്ത് മറക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ചുറ്റുമതിലുകളും കൂരയും നീക്കം ചെയ്താൽ മാത്രമേ അഹംതത്വം തേജോമയമായ പ്രജ്ഞയാകുന്ന അതിൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ വെളിവാകുകയുള്ളൂ.
അഹമ്മതിയാൽ മനുഷ്യൻ വീമ്പിളക്കുന്നു. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് കണ്ടു, ഞാൻ ഇത് കേട്ടു, ഞാൻ അതനുഭവിച്ചു എന്നൊക്കെ. കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഞാൻ തന്നെ എന്നുള്ള കാര്യം വാസ്തവമാണ്. പക്ഷേ മനുഷ്യൻ ഈ ഞാൻ എന്നതിനെ ശരീരമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. പ്രജ്ഞ എന്ന പ്രകൃതിയുമായി ബന്ധപ്പെട്ട ബോധമായിട്ടല്ല ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. അതിനാൽ രണ്ട് തരത്തിലുള്ള ഞാൻ ഉണ്ട്. ഒന്ന്, ഇംഗ്ലീഷിൽ 3 അക്ഷരം കൊണ്ട് വ്യവഹരിക്കുന്ന കണ്ണ് എന്നർത്ഥം വരുന്ന IEYE. ഐയിനോടും മറ്റൊന്ന് ഇംഗ്ലീഷിൽ ഏക അക്ഷരത്തിൽ വ്യവഹരിക്കുന്ന ക്യാപിറ്റൽ I ഇതിനോട് ഉപമിക്കാം. ഏക അക്ഷരത്തിൽ വ്യവഹരിപ്പിക്കപ്പെടുന്ന ഐയിനോടും ഉപമിക്കാം. എന്ന് വ്യവഹരിക്കപ്പെടുന്ന പദം ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. ഏക അക്ഷരത്താൽ വ്യവഹരിക്കപ്പെടുന്ന പ്രജ്ഞയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിദ്യാർത്ഥികളെ, ശരീരബോധമുള്ള ഒരുവൻ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ കണ്ണല്ല കണ്ടത്, കാതല്ല കേട്ടത്, കൈയല്ല പ്രവൃത്തികൾ ചെയ്തതും, മനസ്സല്ല അനുഭവിച്ചറിഞ്ഞതും. ഇതിൻ്റെ എല്ലാം പിന്നിൽ കാണുക, കേൾക്കുക തുടങ്ങിയ അനുഭവങ്ങൾ മനുഷ്യന് സാധ്യമാക്കുന്ന പ്രജ്ഞ എന്ന ശക്തിയാണ് പ്രവർത്തിക്കുന്നത്. ശരീരവുമായി ബന്ധപ്പെട്ട ഞാൻ എന്ന ഭാവം മനുഷ്യൻ ഒഴിവാക്കുകയും പ്രജ്ഞയുടെ ആത്മശക്തി മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അവന് തൻ്റെ ഉള്ളിലുള്ള ദിവ്യതത്വം ഗ്രഹിക്കാനാകുകയുള്ളൂ. മനുഷ്യന്റെ അടിസ്ഥാന പ്രകൃതി ദിവ്യത്വവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലാതെ ശരീരവും ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. ഈ മനുഷ്യ പ്രകൃതിയിൽ ഒരുവൻ എങ്ങനെയാണ് അഹം എന്നതിന്റെ അർത്ഥം ഗ്രഹിക്കുക? ഈ അഹം ശുദ്ധവും കറപുരളാത്തതും നിസ്വാർത്ഥവുമായ ഒരു സത്യമായി പ്രശോഭിക്കുന്നു. ഇന്നത്തെ പരിഷ്കൃത ഭാഷയിൽ ഇതിനെ മനസ്സാക്ഷി എന്ന് വിളിക്കുന്നു. എന്തൊക്കെ പ്രവൃത്തികൾ ഒരുവൻ ചെയ്യുന്നുവോ അത് ശരിയോ തെറ്റോ എന്ന് മനസ്സാക്ഷി പ്രഖ്യാപിക്കുന്നു. പ്രാപഞ്ചിക ജീവിതത്തിൽ ഒരുവൻ എന്തു പറഞ്ഞാലും പ്രവർത്തിച്ചാലും എന്താണ് സത്യം, എന്താണ് ശാശ്വതം, ത്രികാലങ്ങളിൽ ബാധിതമാകാത്തത് ഏത് എന്ന പ്രജ്ഞാശക്തി പ്രഖ്യാപിക്കുന്നു. ഒരു ഉദാഹരണം: ഒരു കള്ളൻ ഒരു ദിവസം രാത്രി ഒരു വീട്ടിൽ നിന്നും വിലമതിക്കാനാവാത്ത രത്നങ്ങൾ മോഷ്ടിച്ചു. അടുത്ത ദിവസം സംശയാസ്പദമായി പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. പോലീസിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനായി താൻ അന്നേ ദിവസം വീട്ടിന് വെളിയിൽ പോയിട്ടില്ല, താൻ മോഷ്ടിച്ചിട്ടുമില്ല തുടങ്ങി നിരവധി കള്ളങ്ങൾ അയാൾ പറഞ്ഞു. ഭൗതികമായ വീക്ഷണത്തിൽ അയാൾ കള്ളം പറഞ്ഞു എങ്കിലും താൻ മോഷ്ടിച്ചു എന്ന് കള്ളം പറയരുതെന്നും അയാളുടെ മനസ്സാക്ഷി അയാളോട് പറയുന്നുണ്ടായിരുന്നു. ഇതാണ് അന്തരാത്മാവിന്റെ ശബ്ദം. ഇത് പ്രപഞ്ചബോധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പ്രജ്ഞാതത്വം മനസ്സിലാക്കുന്നതിന് ഒരു യോഗമുണ്ട്. എന്താണ് ഈ യോഗം? ക്രിയായോഗമാണോ, ഭക്തിയോഗമാണോ, ജ്ഞാനയോഗമാണോ? പണ്ട് മുതൽക്കേ യോഗ ശബ്ദത്തിന് പല അബദ്ധ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ശാരീരികമായ അഭ്യാസങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ശരിയായ അർത്ഥം ഇതല്ല. യോഗം എന്നാൽ ആനന്ദം എന്നാണ് അർത്ഥം. എപ്പോഴാണ് ഈ ആനന്ദം അനുഭവപ്പെടുക? അഹംതത്വത്തിന്റെ അവബോധം ഉണ്ടാകുമ്പോൾ ആനന്ദമുണ്ടാകുന്നു. പ്രജ്ഞാശക്തിയുടെ പൂർണ്ണ അവബോധത്തോടെ ജീവിതം ആസ്വദിക്കുമ്പോൾ ഈ യോഗത്തിന്റെ ഫലമായി ആനന്ദം അനുഭവവേദ്യമാകുന്നു. യോഗം എന്നത് ഈശ്വരനും വ്യക്തിയും തമ്മിലുള്ള ഐക്യമാണ്. ദ്വൈതത്തിന്റെ പരിസമാപ്തിയാണ് യോഗം. ജീവനും ബ്രഹ്മവും ഭിന്നമല്ല, ഒന്നു തന്നെയാണ് എന്ന് യോഗം പഠിപ്പിക്കുന്നു. ഇതാണ് ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്ന ശ്രുതി പ്രഖ്യാപനത്തിന്റെ പൊരുൾ. ഈ സത്യം കാലത്തിനപ്പുറമാണ്. ഇവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പങ്കെടുത്ത പല പരിപാടികളിലും ഈ ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്നുള്ള ഉച്ചാരണത്തിന് 90% ഭാഗത്തും പിശക് കാണുന്നുണ്ട്. എല്ലാവരും അത് പറയുന്നത് ഏകം സത് വിപ്ര ബഹുധാ വദന്തി, അത് തെറ്റാണ്. ഏകം സത് കഴിഞ്ഞ് ആണ് വിപ്ര ബഹുധാ വദന്തി എന്ന് ഉച്ചരിക്കേണ്ടത്. ഇരിക്കട്ടെ, ഒരു പാരഗ്രാഫ് കൂടെ ഉള്ളൂ, അത് സമാപിപ്പിക്കാം. അതുകൊണ്ട് വ്യക്തിയും ഈശ്വരനും ഭിന്നരല്ല, ബിംബവും പ്രതിബിംബവും പോലെയാണെന്നാണ് ചിലരുടെ വീക്ഷണം. ഏതായാലും ബിംബവും പ്രതിബിംബവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ബിംബവും പ്രതിബിംബവും തമ്മിലുള്ള ബന്ധം പ്രജ്ഞാതത്വം വിശദമാക്കുന്നു.
ഒരു പാത്രത്തിലെ വെള്ളത്തിൽ ഒരുവൻ തന്റെ പ്രതിബിംബത്തെ കാണുമ്പോൾ താൻ പ്രതിബിംബമല്ല എന്ന് പ്രജ്ഞാശക്തി പഠിപ്പിക്കുന്നു. ആധ്യാത്മിക സത്യങ്ങൾ ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ യോഗ്യരായ ഗുരുക്കന്മാരില്ലാത്തതിനാൽ ഇന്നത്തെ വിദ്യാർത്ഥികൾ ആധ്യാത്മിക പാത സ്വീകരിക്കുന്നില്ല. സായിറാം. ഇതാണ് മനോഹരമായി. നീ അനുഭവം പറഞ്ഞോളൂ. പറഞ്ഞാൽ തീരില്ല, എന്നാലും ഒന്ന് രണ്ടെണ്ണെങ്കിലും പറയാം. സായിറാം. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. 1969 കാലഘട്ടം മുതലേ എനിക്ക് ഭഗവാനെ കുറിച്ച് നന്നായി അറിയാമായിരുന്നു. പക്ഷെ എനിക്ക് അല്പം പോലും ഭഗവാനോടൊരു പ്രേമമോ വിശ്വാസമോ ഇല്ലായിരുന്നു. എൻ്റെ വീടിന്റെ അടുത്ത് ഒരു 10 അടി, ഒരു 20 അടി, എൻ്റെ വീടിന്റെ ഒരു 3 വീട് അപ്പുറം മാറി ഒരു വീട്ടിലാണ് അന്ന് 68 കാലഘട്ടത്തിൽ സത്യസായി സേവാ സമിതി പ്രവർത്തിച്ചു വന്നത്. കൊല്ലം ജില്ലയിൽ ഒറ്റ സമിതിയും ഉണ്ടായിരുന്നു. ഇപ്പൊ 14 സമിതിയുണ്ട്. ആ 68-ൽ ഒരൊറ്റ സമിതിയേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയായിരുന്നു സമിതി നടന്നു വന്നിരുന്നത്. എനിക്ക് അവിടുന്ന് ഭജന വീട്ടിൽ ഇരുന്നാൽ പോലും കേൾക്കാം, അത്ര അടുത്തായിരുന്നു. പക്ഷെ ഒരു ദിവസം പോലും ഞാൻ അവിടെ ആ സമിതിയിൽ പോയിരുന്നില്ല. അത്രത്തോളം ആയിരുന്നു എനിക്ക് അതിനോടുള്ള ഒരു ഡിറ്റാച്ച്മെന്റ്. വേറെ വിരോധമൊന്നുമല്ല, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, ഇതുവരെ സമയം പാഴാക്കലാണ് എന്നൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പോരെങ്കിൽ അന്നത്തെ കാലത്തെ വാർത്തകളിലൊക്കെ സ്വാമിയെക്കുറിച്ചൊക്കെ വളരെ മോശപ്പെട്ട നിലയിലുള്ള ആർട്ടിക്കിൾസ് ഒക്കെ വരുമായിരുന്നു. അതൊക്കെ വായിക്കാറുണ്ടായിരുന്നു ഞാൻ. പക്ഷേ ഈ സമിതിയിൽ ഒരിക്കല് കസ്തൂരി സ്വാമി വന്നിരുന്നു. അദ്ദേഹം ഭാഗവത പ്രഭാഷണത്തിന് 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഒക്കെ ഞാൻ കണ്ടു, ദൂരെ പോയിന്ന് കണ്ടു, മുറ്റത്ത് പോയിന്ന് കണ്ടു, ഒക്കെ ചെയ്തു. പക്ഷെ ആ ഹാളിനകത്ത് പ്രവേശിച്ചില്ല. ഭജനയൊക്കെ ഞാൻ വെളിയിരുന്ന് ഇങ്ങനെ കേൾക്കുമായിരുന്നു. ആ ഒരു കാലഘട്ടം അങ്ങനെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് 1992 കൃത്യമായിട്ട് പറഞ്ഞാൽ ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൻ്റെ അന്ന് എൻ്റെ അമ്മാവിൻ്റെ ഒരു അടുത്ത സുഹൃത്തായ, ഈ സഭയിൽ കൂടിയിരിക്കുന്നതിൽ അറിയാവുന്ന ലക്ഷ്മണൻ മാഷിനൊക്കെ അറിയാം, PI വർഗീസ് എന്ന ഒരു മാന്യനുണ്ടായിരുന്നു. PI വർഗീസ്. അദ്ദേഹം വീട്ടിൽ എപ്പോഴും വരുമായിരുന്നു. സമിതിയിൽ പോയിട്ട് വ്യാഴാഴ്ച തോറും വരുമ്പോൾ പ്രസാദമൊക്കെ കൊണ്ടുവരും, ഞങ്ങൾക്ക് തരും. അങ്ങനെ കുറെ കാലം കഴിച്ചു കൂട്ടി. അങ്ങനെയാണെന്നപ്പോഴാണ് അദ്ദേഹം 92 ഡിസംബർ 25 എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു പ്രഭാഷണമുണ്ട് ക്രിസ്മസ് ദിനമായിട്ടുണ്ടെന്ന്, അതുകൊണ്ട് മണി അങ്ങോട്ടൊന്ന് വരണം എന്ന്. അങ്ങനെ ഞാൻ കുടുംബസമേതം അവിടെ ചെന്നു. എനിക്ക് വളരെ നന്നായി ഭജന ഇഷ്ടപ്പെട്ടു. ഞാൻ ആ ഹാളിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ തന്നെ, ആ പടി കയറുന്ന അവസരത്തിൽ, അന്നത്തെ കാലത്ത് 1992 ഡിസംബർ 25 ഡേറ്റ്, അതെനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അന്ന് ഉഷച്ചേച്ചി ഒരു ഭജന ആലപിക്കുകയായിരുന്നു. ഇതായിരുന്നു ഭജന, ദേവസേനാപതേ. ആ പാട്ടാണ്. അതിനകത്ത് എൻ്റെ പേര് വരുന്നത്, സുബ്രഹ്മണ്യ എന്ന് 2-3 പ്രാവശ്യം വന്നപ്പോൾ ഭഗവാൻ എന്നെ പേര് പറഞ്ഞ് സ്വീകരിക്കുകയാണോ എന്നുള്ള ഒരു സന്തോഷം എൻ്റെ ഉള്ളിൽ ഉണ്ടായി. ഞാൻ അന്നത്തെ ദിവസം ഭജന തുടർന്ന് ആരതിയും കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. വ്യാഴാഴ്ചയായപ്പോൾ പോണം എന്നുള്ള ഒരു തോന്നൽ തുടങ്ങി. ഞങ്ങൾ കുടുംബസമേതം അവിടെ പോയി തുടങ്ങി. അങ്ങനെ 1993, ഇത് ഞാൻ 92 ഡിസംബർ 25 പറഞ്ഞത്. 93 ഓണത്തിൻ്റെ അന്നാണ് ആദ്യമായി ഭഗവാന് കാണാനായി പ്രശാന്തി നിലയത്തിൽ പോകാൻ പരിപാടിയിട്ടത്. അപ്പോഴാണ് അന്നത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് TN നാരായൺ സാറ് സമിതിയിൽ വന്ന് പ്രഖ്യാപിച്ചു, ഇത്തവണത്തെ ഓണം വൈറ്റ് ഫീൽഡിൽ വെച്ചാണ്. അങ്ങനെ ഞാൻ ആദ്യമായി വൈറ്റ് ഫീൽഡിൽ വെച്ചാണ് സ്വാമിയെ കാണാൻ പോകുന്നത്. ഞാൻ കുടുംബസമേതം അവിടെ പോകാനായിട്ട് പുറപ്പെട്ട അവസരത്തിൽ എൻ്റെ വീട്ടിലെ ഒരു കാരണവര്, അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഇങ്ങനെ വീട് പൂട്ടിയിട്ടേച്ച് പോകുന്നത് ശരിയല്ല. കാരണം മഹാബലി എല്ലാ വീടും സന്ദർശിക്കാൻ വരുമ്പോൾ നമ്മളിവിടെ അത്തപ്പൂക്കളമൊക്കെ ഇട്ട് സ്വീകരിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ, ആ സമയത്ത് നീ കുടുംബസമേതം വീട് പൂട്ടിയിട്ട് ഇരുളടച്ചിട്ട് എവിടെ ആയിക്കോട്ടെ, എത്ര ഈശ്വര സാന്നിധ്യമുള്ള സ്ഥലമായിക്കോട്ടെ പോകുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. എനിക്ക് ആകെപ്പാടെ മനസ്സിന് പ്രയാസമായി.
വളരെ പ്രായം ചെന്ന ഒരു സ്ത്രീയാണ് അവര്. എന്നിട്ട് അത് കണക്കിലെടുക്കാതെ ഞാൻ പോയി. അവിടെ ചെന്ന് ഓണത്തിന് പങ്കെടുക്കാൻ തിരുവോണ ദിവസം സ്വാമിയുടെ ദിവ്യ പ്രഭാഷണത്തിൽ നിന്ന് സ്വാമി ഇത് സൂചിപ്പിച്ചു. അപ്പോഴെനിക്കിത് മനസ്സിലായി. അപ്പോൾ സ്വാമി പറഞ്ഞു, പലരുടെയും ഉള്ളിൽ ഇങ്ങനെ ഒരു ആശങ്കയുണ്ട്. നമ്മൾ ഭവനങ്ങൾ പൂട്ടിയിട്ട് ഭവനങ്ങളെല്ലാം ഇരുട്ടറയാക്കിക്കൊണ്ട് ഈ ഓണത്തിന് പ്രശാന്തി നിലയത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് കുറ്റകരമാണോ, അത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സ്വാമി നല്ല രീതിയിൽ അതിനൊരു എക്സ്പ്ലനേഷൻ തന്നു. അത് കുറച്ചുകൂടെ എനിക്ക് വളരെ വിശ്വാസമേകി. തുടർന്ന് ഞാൻ സകുടുംബം സജീവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. എൻ്റെ ഒരു പ്രത്യേകത, എൻ്റെ പ്രവർത്തനങ്ങൾക്കൊരു പ്രത്യേകത, സകുടുംബമായി ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് എൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഔദ്യോഗികമായ പല സ്ഥാനങ്ങളും വഹിക്കാൻ കുടുംബത്തിലെ എല്ലാവർക്കും. എൻ്റെ വൈഫ് ജില്ലാ ഇൻചാർജായി സ്പിരിച്വൽ വിങ്ങിൻ്റെ. എൻ്റെ മകൻ 2000 മുതൽ 2009 വരെ കാലഘട്ടത്തിൽ ഏതാണ്ട് 10 വർഷത്തോളം പ്രശാന്തി നിലയത്തിൽ പഠിക്കാൻ അവസരം കിട്ടി. അവിടെ പോയി പഠിച്ചു. രണ്ടാമത്തെ മകൻ ഭഗവാന്റെ മുമ്പിൽ ഒരു വിഷു ദിനത്തിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോൾ സ്വാമി അടുത്ത് വിളിച്ച് ഒരു ചെയിൻ സൃഷ്ടിച്ചു കൊടുത്തു. എന്നിട്ട് മകനോട് പറഞ്ഞു, നീ ഒരിക്കലും ആഭരണങ്ങളും വസ്ത്രങ്ങളും ഇതൊന്നും ആഗ്രഹിക്കരുതെന്ന്, എപ്പോഴും ഈശ്വര ചിന്തയായിരിക്കും വേണ്ടെന്ന് എന്ന് പറയുകയും അതോടൊപ്പം തന്നെ സ്വാമി ഒരു വസ്ത്രവും ഒരു ആഭരണവും കൊടുക്കുകയും ചെയ്തു. അതാണ് രസകരമായ സംഭവം. ഒരു ഷർട്ടിൻ്റെയും പാൻറ്റിൻ്റെയും പീസ് അടങ്ങിയ ഒരു പാക്കറ്റ് ഇതും കൊടുത്തു. അങ്ങനെ ആഗ്രഹിക്കുന്ന പറഞ്ഞതിന് ശേഷമാണ് കൊടുത്തത്. അങ്ങനെ ഒരു സംഭവം നടന്നു. ഞങ്ങൾ മറ്റൊരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ സകുടുംബം പ്രശാന്തി നിലയത്തിലെ സേവാ പ്രവർത്തനങ്ങൾക്ക് 995 ജനുവരി മുതൽ 2020 ജനുവരി വരെ കോവിഡ് ബാധ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് വരെ 50 പ്രശാന്തി സേവകൾ, ഒരു പ്രശാന്തി സേവ പോലും മുടക്കാതെ ജനുവരി ജൂലൈ തുടങ്ങി 50 പ്രശാന്തി സേവകൾ തുടർച്ചയായി സകുടുംബം പങ്കെടുക്കാനുള്ള ഒരു അവസരം, ഒരു അസുലഭ അവസരം സ്വാമി ഞങ്ങൾക്ക് ഒരുക്കി തന്നു. അന്ന് ഈ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന അവസരത്തിൽ അന്നത്തെ സ്റ്റേറ്റ് പ്രസിഡന്റായ നടരാജ് സാറ് എൻ്റെ മക്കൾ വന്നപ്പോൾ അവർ കൊച്ചുകുട്ടികള്, ഒരാൾക്ക് ഒരു 10 വയസ്സ് 12 വയസ്സൊക്കെ ഉള്ളൂ, അങ്ങനെയുള്ള കാലഘട്ടം. അപ്പോൾ നടരാജ് സാറ് പറഞ്ഞു, അവര് വന്നുകൊണ്ട് അവര് ഡ്യൂട്ടി ചെയ്യാൻ പാടില്ല എന്ന നിയമമുണ്ടെങ്കിലും അവർക്ക് ക്യാൻറ്റീനിൽ വരുന്ന ആളുകൾക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്ന ഒരു ജോലി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവരതവിടെ ചെയ്തു. ഈ ഒരു കാര്യം പിന്നെ എനിക്ക് മനസ്സിലായത്, ഈ സകുടുംബ സാന്നിധ്യത്തോടു കൂടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കുറച്ച് കുറവാണ് സമിതികളിലൊക്കെ തോന്നുന്നു. എൻ്റെ മറ്റൊരു വലിയ അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഈ മലയാള ഭാഷയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല, ഒരു ബന്ധവുമില്ല. എൻ്റെ മാതൃഭാഷ തമിഴാണ്, വീട്ടിൽ സംസാരിക്കുന്നത് തമിഴാണ്. ഞാൻ സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതോടുകൂടി ഹിന്ദി പുസ്തകങ്ങളും പിന്നെ മലയാളം പുസ്തകങ്ങളൊക്കെ മുടക്കി വെച്ചു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ്, ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും അങ്ങനെ തന്നെ. മലയാളമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് കഴിഞ്ഞ് 992 ഞാൻ ഓണത്തിന് ഭഗവാൻ സന്ദർശിക്കാൻ പോവുകയും അതിനുശേഷം ഔദ്യോഗിക ഭാരവാഹിത്വം ഏറ്റെടുക്കുന്ന അവസരത്തിൽ ഒരേ സമയം 3 സ്റ്റേറ്റ് ലെവൽ ഭാരവാഹിത്വം ഞാൻ വഹിച്ചിട്ടുണ്ട്. ഒരേ സമയം വേദത്തിന്റെ സ്റ്റേറ്റ് ഇൻചാർജായി പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് കോർഡിനേറ്റർ, സ്പിരിച്വൽ സ്റ്റേറ്റ് കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ സത്യസായി ബുക്ക് ട്രസ്റ്റിന്റെ പിന്നെ പബ്ലിക്കേഷൻ സൊസൈറ്റിയുടെ സ്റ്റേറ്റ് ഇൻചാർജായിട്ട് 3 സ്റ്റേറ്റ് ഇൻചാർജ് സ്ഥാനം 3 കൊല്ലം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു അവസരം കൂടി
ഭഗവാൻ സംജാതമാക്കി തന്നു. അതൊക്കെ ചെയ്യാൻ കഴിയും. ഈ ഇത് മലയാളം, ഞാൻ പറഞ്ഞു വന്നത് മലയാളവുമായി അങ്ങനെ യാതൊരു ബന്ധമില്ലാത്ത ഞാൻ ഈ ഭഗവാനുമായിട്ടുള്ള ബന്ധം തുടങ്ങിയ ശേഷം ഈ ഔദ്യോഗിക നിർവഹണങ്ങൾ പലതും നടത്തിക്കൊണ്ടുവരുന്നതിനിടയിൽ പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങി. 15 പുസ്തകങ്ങൾ എഴുതി ഈയിടെ പൂർത്തിയാക്കി. 15 പ്രസിദ്ധീകരിച്ചു. ഇനി പ്രസിദ്ധീകരിക്കാൻ 2-3 പുസ്തകങ്ങൾ എൻ്റെ കൈവശമുണ്ട്. സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ കാരണം സൊസൈറ്റിക്ക് ഇപ്പോൾ ഉടനെ പ്രസിദ്ധീകരിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. എങ്ങനെ മലയാളത്തിൽ ഇതൊക്കെ ഞാൻ എഴുതി എന്നുള്ളത് ആശ്ചര്യം ജനിപ്പിക്കുന്ന കാര്യമാണ്. എനിക്ക് എങ്ങനെ എഴുതിയ ഞാൻ പഠിച്ചിട്ടില്ല മലയാളം, ഔദ്യോഗികമായി യാതൊന്നും പഠിച്ചിട്ടില്ല. എങ്ങനെ ഇത് എഴുതി? ഇതൊരു വലിയ കാര്യമായിട്ട് ഞാൻ ഇപ്പോഴും കാണാം. ഇന്ന് ഈ അടുത്ത കാലത്തായി ഈ പുസ്തകരചനയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ അതോടൊപ്പം തന്നെ അന്നത്തെ സ്റ്റേറ്റ് പ്രസിഡന്റായ മുകുന്ദ സാറൊക്കെ എന്നോട് പല പല കാര്യങ്ങളും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മെയിൽ അയക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിരന്തരം ഇത് ചെയ്തുകൊണ്ടിരുന്നു. ഈ പുസ്തകം എഴുത്ത് കൂടാതെ ഈ ഔദ്യോഗിക ഭാരവാഹിത്വത്തിന്റെ ഇടയിലുള്ള വർക്കുകൾ ചെയ്യുന്നത് കൂടാതെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ മലയാളവുമായി ഇങ്ങനെ ബന്ധമില്ലാത്ത ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ എഴുതാനുള്ള ഒരു അവസരം സ്വാമി തന്നു. അതൊരു ആശ്ചര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ പല പല മലയാള പണ്ഡിതന്മാരും പ്രൊഫസർമാരും മറ്റൊരും പലരും ഒക്കെ ഈ മലയാളം യാതൊന്നും അറിയാത്ത എന്നോട് ഇന്നും പലപ്പോഴും പല സംശയങ്ങളും ചോദിക്കുന്നു എന്നുള്ളതും എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇതുവരെ എനിക്ക് സാധിച്ചിട്ടില്ല. കാര്യമായ നിലയിൽ ഒന്നും പഠിക്കാതെ മലയാള വ്യാകരണമോ മലയാളത്തിൽ എന്തെങ്കിലും ഗ്രന്ഥമോ ഒന്നും പഠിക്കാതെ ഇത്തരത്തിൽ എങ്ങനെ അത് മാത്രമല്ല, ഗ്രന്ഥരചന മാത്രമല്ല, എന്നെ ക്ഷണിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രഭാഷണങ്ങൾ പങ്കെടുക്കാറുണ്ട്, പോകാറുണ്ട്. അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ള കാര്യം ആശ്ചര്യജനകമാണ്. അത് ഭഗവാന്റെ ഒരു ദിവ്യ അനുഗ്രഹം എന്നുള്ള അല്ലാതെ മറ്റൊന്നും തന്നെ അതിന് സമാധാനമായി പറയാനില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ അനുഭവം ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ജയ് സായിറാം. സായിരാം സായിരാം സായിരാം. മനോഹരമായി. ഗീതയോടും കൂടെ ഒന്ന് പങ്കെടുക്കാൻ പറയണേ ഇതില് ഒരു ദിവസം. ഉണ്ട് ഗീത വരും. പറയാം. വേറെന്താ ഇനി അടുത്ത പ്രോഗ്രാം പറഞ്ഞോട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഭജന പാടാം. ഇപ്പോഴാണ് ഭജന? അല്ല, ഭഗവാന്റെ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട്. ഓക്കെ. కనుక ఇదంతా ఒక బ్రహ్మాండము. The entire thing is universe. ఈ బ్రహ్మాండమే విశ్వ విరాట స్వరూపము. This is the very form of Vishnu. ఈ విరాట స్వరూపంలో అందరూ ఒక భాగములే. In cosmic form we are a part in it. ఒక చిన్న ఉదాహరణము, a small example. నేను ఏమీ తెలియనటువంటి మూర్ఖులను, I don't know anything, I'm a fool. నేను విద్యా విహీనుడను, I don't have education, నేను అల్పుడను, I'm a mean అని అనేక మంది భావిస్తుంటారు. Many feel so. ఆ విధంగా భావించకూడదు. You should never consider like that. మనము అనేక విధములుగా కూడా కొన్ని మిషన్లు అంతా చూస్తున్నాము. We see so many machines. రాకెట్స్ అంతా చూస్తున్నాము. We see rockets. ఈ రాకెట్స్ లోపల అనేక పిన్స్, స్క్రూస్, బోల్ట్స్, నట్స్ ఇవన్నీ ఉంటుంటాయి. In these rockets there are so many screws, nuts and bolts. ఈ రాకెట్స్ లో ఉన్నటువంటిది ఏ యొక్క వస్తువు ప్రధానమైనటువంటిది, ఏ యొక్క పార్ట్ ప్రధానమైనటువంటిది, which part is important in this rocket? ఎవరు నిర్ణయించడానికి వీలు కాదు. Nobody can decide. ప్రతి స్క్రూను ఇంపార్టెంట్. Every screw is important. ప్రతి బోల్ట్ కూడాను ప్రధానమైనటువంటిది. Every bolt is నట్ కూడాను ప్రధానమైనటువంటిది. Every nut is important. స్క్రూ కూడాను ప్రధానమైనటువంటిది. Every screw is important. ఇంత పెద్ద రాకెట్ లోపల చిన్న పిన్ను పోతే ఏమి నష్టం అంటే అంతా భస్మం అయిపోతుంది. In such a big rocket, when small pin is gone, the whole thing will put down to ashes. కనుకనే ఈ విశ్వమైనటువంటి విరాట స్వరూపం లోపల ఒక్కొక్క వ్యక్తి కూడాను ఒక్కొక్క పిన్ను, బోల్ట్స్, నట్స్, స్క్రూస్. In this cosmic form of God, in this universe, everyone is a screw or a bolt or a nut. కనుక ఎవరెవరి స్థానంలో ఎవరెవరు ఏ విధంగా ఉన్నారో వాళ్ళ కర్తవ్యాన్ని చక్కగా నిర్వర్తించాలి. Basing on our position, the place, each one అప్పుడే has to ఈ discharge the విశ్వమైనటువంటి duty. ఒక మిషన్ చక్కగా జరుగుతూ ఉంటుండాలి, ప్రశాంతిని చేకూరుస్తుంది. Then this universe, which is a machine, will run softly and well. విశ్వ శాంతిని కోరి మనం ఈ యొక్క పనిని మనం ప్రారంభించాలి. We should work for universal peace. విశ్వ శాంతియే వ్యక్తి శాంతి. The peace in the universe ensures the peace in the individual. സായിരാം, ഭജന പാടിക്കോളൂ.
കോടി പ്രണാം ശതകോടി പ്രണാം കോടി പ്രണാം ശതകോടി പ്രണാം ഹേ ദീനനാഥ സായിറാം ഹേ ദീനനാഥ സായിറാം ഹേ സായിനാഥ ഭഗവാൻ തും ഹോ ഭക്തോं के युग अवतार तुम हो भक्तों के युग अवतार तुमको नंदा नंदा के लाल भक्तिपुरी के साई गोपाल भक्तिपुरी के साई गोपाल दीननाथ भगवान हे साईनाथ भगवान हे साईनाथ भगवान कोटि प्रणाम शतकोटि प्रणाम दीननाथ साईराम साईराम സായിരാം. നാളെ വായിക്കുന്നത് ശ്രീ എം പ്രഭാകരൻ മാഷാണ്. നമുക്കിന്ന് സായി ഉപമ. സൂര്യൻ ആകാശത്തിൽ ജ്വലിച്ചു നിൽക്കുന്നു. നിങ്ങളുടെ കാഴ്ചയിൽ നിന്നും സൂര്യനെ മറയ്ക്കുന്നത് മാറി മാറി വരുന്ന മേഘങ്ങളാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആത്മനെ മറയ്ക്കുന്നത് ഇന്ദ്രിയ അധിഷ്ഠിതമായ ഭൗതിക ലോകമാണ് ആകുന്ന മേഘങ്ങളാണ്. ആ മേഘങ്ങളെ സ്വീകരിക്കുന്ന മനസ്സിന് അവയെ പെട്ടെന്ന് വേർപെടുത്തുവാനും സാധിക്കും. എന്തെന്നാൽ മനസ്സ് മേഘങ്ങളെ എല്ലാ ഭാഗത്തു നിന്നും സ്വീകരിക്കുകയും അതുപോലെ തന്നെ പെട്ടെന്ന് ദിശ മാറ്റി തുരത്തുകയും ചെയ്യുന്ന കാറ്റുപോലെയാണ്. മേഘങ്ങളെ സ്വീകരിക്കാനല്ല തുരത്തുവാനാണ് മനസ്സിനെ പഠിപ്പിക്കേണ്ടത്. കൃത്യനിഷ്ഠയോടെ അച്ചടക്കത്തോടെ ഓരോ സാധകനും ഇത് ചെയ്യേണ്ടതാണ്. ഈ ലോകം ഒരു ഭ്രമമാണ്, മായയാണ്. പരമമായ ലക്ഷ്യത്തിലെത്തിയ ഭക്തർക്ക് മാത്രം സർവം ബ്രഹ്മനാണ് എന്ന അറിവ് ഉണ്ടാകുകയുള്ളൂ. ആ ബോധം ഉണ്ടാകുന്നതുവരെ ക്ഷമയോടുകൂടി കാത്തിരിക്കണം. സായിരാം. സായിരാം സായിരാം സായിരാം. സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു സമസ്തലോകാ സുഖിനോ